എൻ്റെ പേര് ജോസഫ് ജേസൺ, വീട് കണ്ണൂരാണ്. ഞാനിവിടെ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസും ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതൊക്കെയാണ്. അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം തൊട്ടുള്ള എൻ്റെ അംബീഷൻ ഡോക്ടർ ആണെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ ഈ നീറ്റ് റാക്കിയാൻ വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സ് ഒക്കെ എടുത്തായിരുന്നു. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് 295 മാർക്സ് സ്കോർ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരിക്കലും അബ്രോഡ് വന്നിട്ട് പഠിക്കണമെന്ന് ഇല്ലായിരുന്നു. പക്ഷേ അപ്പം എൻ്റെ അപ്പ എന്നോട് പറഞ്ഞത് അബ്രോഡ് പോയിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. എനിക്ക് നാട്ടിൽ പഠിക്കുന്നതായിരുന്നു ആഗ്രഹം. പക്ഷേ ഞാൻ കുറച്ച് നോക്കി, ഗൂഗിളിലും യൂട്യൂബിലൊക്കെ കുറച്ച് നോക്കി അബ്രോഡ് യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ പേര് ഇത് ചൂസ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് പറഞ്ഞു ഓക്കെ അബ്രോഡ് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും കൺഫ്യൂഷൻ ഏത് എവിടെ പോകണം, ഏത് ആയിട്ട് പോകണം. അപ്പോൾ കുറേ രാജ്യങ്ങൾ ഞാൻ കുറേ കോളേജിൽ നോക്കി. എൻ്റെ കൂടുതലാണ് ഞാൻ ഫർഗാന നോക്കുന്നത്. ഫർഗാനൻ്റെ ബ്രോഷർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫർഗാനൻ്റെ ക്യാമ്പസ് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ടർഫും കോളേജും കൂടെ വരുന്ന പടമുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഫർഗാന ക്യാമ്പസ് ആദ്യം ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കുറേ യൂട്യൂബിൽ നോക്കി. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ സീനിയേഴ്സ് ഉണ്ട്, അവരെ വിളിച്ച് നോക്കി. അപ്പോൾ അതെല്ലാം പറഞ്ഞ പോസിറ്റീവ് റിവ്യൂസ് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഫർഗാന വരാൻ ഉറപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്നെക്കാളും കൂടുതൽ ഈ ഫർഗാനയെ പറ്റി റിസർച്ച് ചെയ്തതൊക്കെ എൻ്റെ അപ്പം തന്നെയാണ്. പുള്ളിക്കാരൻ ഡോക്ടറാണ് കേട്ടോ. പുള്ളിക്കാരൻ ഇങ്ങനെ NMCൻ്റെ ഗൈഡ്ലൈൻസും പിന്നെ എല്ലാ സംഭവം പുള്ളി തന്നെ നോക്കി. അതുകൊണ്ട് എനിക്ക് വലിയ ചൊറയില്ലായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് ഒക്കെ ആയപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയമായി. അപ്പം ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. പിന്നെ 2 months വെയിറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സെപ്റ്റംബറിൽ എറണാകുളത്തൊരു പ്രീ ഡിപ്പാർച്ചർ സെറമണി ഉണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ എല്ലാ മലയാളീസ് എൻ്റെ ബാച്ചിൽ 60 മലയാളീസ് ഉണ്ട് സെക്കൻഡ് ഇയർ. അപ്പം എല്ലാവരും തന്നെ കാണാൻ പറ്റി. ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ യൂട്യൂബിൽ കുറേ വീഡിയോ ഒക്കെ നോക്കിയിരുന്നു. അപ്പം കുറേ ട്രാവലേഴ്സിൻ്റെ ഒക്കെ വീഡിയോ കണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി ഇവർക്ക് ഇന്ത്യക്കാരോട് ചെറിയൊരു ഇഷ്ടം കൂടുതൽ മനസ്സിലായി. കാരണം ഇവർ നമ്മുടെ ഷാറൂഖ് ഖാൻ്റെയും അമിതാഭ് ബച്ചൻ്റെ ഒക്കെ നല്ല ഫാൻസാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് അത് മാത്രമല്ല, എനിക്കിവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ അനുഭവമുണ്ട്. കാരണം ഇതേക്കൂട്ട് ഇവിടുത്തെ കുറേ ആൾക്കാർ നമ്മളെ കാണുമ്പം ഇങ്ങനെ എന്താ പറയണ്ടേ, നമ്മളെ ഒരു സെലിബ്രിറ്റി ഫീൽ കിട്ടുന്നു. കാരണം അവർ നമ്മുടെ തോട് വേണ്ടി നമ്മളെ ഫോട്ടോ എടുക്കും. പിന്നെ നമ്മോട് അതെല്ലാം വീണ്ടും അങ്ങനെ നല്ല രസമാണ് അവിടുത്തെ ആൾക്കാർ നല്ല വൈബാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 25-നാണ് ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് കയറുന്നത്. എൻ്റെ കൂടുതൽ ഞാൻ പറഞ്ഞില്ല 60 മലയാളീസ് ഉണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു 8 പേര് കോഴിക്കോട് നിന്ന് കയറി. ബാക്കി രണ്ട് ടീംസ് എറണാകുളത്തു നിന്നും ട്രിവാൻഡ്രത്ത് നിന്ന് സ്പ്ലിറ്റായിട്ട് കയറി. അതിന് ഞങ്ങൾ പിറ്റേ ദിവസം ഡൽഹിയിൽ എല്ലാവരും ഒരുമിച്ചെത്തി. പിന്നെ അവിടുന്ന് ഡയറക്റ്റ് താഷ്കണ്ടിലേക്ക് എല്ലാവരും ഒരുമിച്ച് വന്നു. പിന്നെ അവിടുന്ന് പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോഴത്തേന് ഫർഗാന എത്തി. പിന്നെ ഫർഗാന എത്തിയപ്പോൾ എനിക്ക് ആദ്യം തോന്നിയെന്ന് വെച്ചാൽ ഫർഗാന ടൗൺ ആണെങ്കിലും ഇവിടെ ഇച്ചിരിയും കൂടെ എന്താ പറയണ്ടേ പീസ് ഉണ്ട്. അതായത് വലിയ സൗണ്ടിൻ്റെ വലിയ അലോസരമില്ല. പിന്നെ ട്രാഫിക് ആണെങ്കിലും വലിയ അലമ്പില്ല. അങ്ങനെ ഫർഗാന എനിക്ക് ആദ്യം തന്നെ എന്തോ ഒരു ഇഷ്ടപ്പെട്ടു. അതായിട്ട് ആദ്യം തന്നെ ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഹോസ്റ്റലിലോട്ടായിരുന്നു. ഹോസ്റ്റലിൽ എത്തിയപാട് ഞങ്ങൾക്ക് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തന്നു. അതായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് പിന്നെ റൂം എടുത്തു. 4 സീറ്ററാണ് ഞാൻ എടുത്തത്. റൂമിൽ പോയി പിന്നെ ഫസ്റ്റ് ഡേ ഞങ്ങൾ അങ്ങനെ തന്നെ സ്പെൻഡ് ചെയ്തു, റൂമിലും പിന്നെ ഹോസ്റ്റലിലൊക്കെ ആയിട്ട്. ഹോസ്റ്റലിനെ പറ്റി പറയുവാണെങ്കിൽ ഹോസ്റ്റൽ നല്ല സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ ഹോസ്റ്റൽ റൂംസ് എല്ലാം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ നല്ല ക്ലീനാണ്. ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്, നമുക്ക് അവർ രാവിലെ ക്ലീൻ ചെയ്തോളൂ. പിന്നെ ഫുഡിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ മെസ് അവൈലബിൾ ആണ്. പിറ്റേ ദിവസമാണ് ഞങ്ങൾ പറഞ്ഞ ഫർഗാന എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഇവിടെ സെൻട്രൽ പാർക്കിൽ പോയി. പിന്നെ സനസറി എന്ന് പറഞ്ഞ വേറെ പാർക്കുണ്ട്, അവിടെ എല്ലാം പോയി. പിന്നെ അന്ന് ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങളെ സാധനം വാങ്ങാനൊക്കെ കുറച്ചുണ്ടായിരുന്നു, ബക്കറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ സീനിയേഴ്സാണ് ഞങ്ങളെ മാർക്കറ്റിൽ കൊണ്ടുപോയത്. ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. അങ്ങനെ 1 വീക്ക് ഞങ്ങൾക്ക് എത്തി കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഡേ കോളേജിൽ പോയപ്പം എന്താ തോന്നിച്ചാൽ ഇച്ചിരി കൂടെ ഗ്രീനിഷ് ആയിട്ട് തോന്നി. പിന്നെ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരു വലിയൊരു ക്യാമ്പസ് ആയിട്ട് തോന്നി. പിന്നെ അന്ന് ഞങ്ങളുടെ ട്യൂട്ടറുണ്ട് നോസിൻ ജോൺ എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരൻ ഞങ്ങൾക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും കാണിച്ചു തന്നു. പിന്നെ അവിടുത്തെ വൈവറി, ഇൻസ്റ്റിമേഷൻ സെൻറ്റർ അതെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തന്നു, ലാബെല്ലാം കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഈവനിങ് ഞങ്ങൾക്ക് ക്യാമ്പസിലൊരു ഹാളുണ്ട്, അവിടെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. പിന്നെ നെക്സ്റ്റ് ഡേ ആയിട്ട് ക്ലാസ് സ്റ്റാർട്ടായി. തുടങ്ങിയപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഉള്ളതാണ്. കാരണം അവരായിട്ട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വേറൊരു രാജ്യത്തായിട്ട് നമുക്ക് ലാംഗ്വേജിൻ്റെ ചെറിയൊരു ബാരിയർ ഉണ്ട്. അപ്പം ഇന്ത്യൻ സ്റ്റാഫ് ഉള്ളതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ലായിരുന്നു. നമുക്കായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും തന്നെ ഉള്ളത് നമ്മുടെ ഹോസ്റ്റലിൽ തന്നെയാണ്. അപ്പം ഭയങ്കര ഹെൽപ്പിംഗ് ആണ് അവർ. ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് ക്ലാസ് വന്നിട്ട് മെയിൻ ക്യാമ്പസിലായിരുന്നു. സെക്കൻഡ് സെമസ്റ്റർ ആയപ്പോൾ മെയിൻ ക്യാമ്പസിൽ നമുക്ക് ഇവിടെ 2 ക്യാമ്പസ് ഉണ്ട്. ഒന്ന് നമ്മൾ മെയിൻ ക്യാമ്പസും പിന്നെ 9th ബേസ് ക്യാമ്പസും. സെക്കൻഡ് സെമസ്റ്ററിൽ 9th ബേസിൽ ഉണ്ടായിരുന്ന ക്ലാസ്സസ് മെയിൻ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചിലപ്പോൾ ക്ലാസ്സസ് ആശുപത്രികളിൽ ഹോസ്പിറ്റൽസ് ഉണ്ട്. നമ്മുടെ കോളേജിന് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ എനിക്ക് തോന്നുന്നു 30 ആശുപത്രികളെന്ന് തോന്നുന്നു. 30ൻ്റെ മേലെ ആശുപത്രീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ ആശുപത്രിയായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് ക്ലാസ്സസ് സ്പ്ലിറ്റ് ആയിട്ട് വരും. യൂണിവേഴ്സിറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എല്ലാത്തരം സ്പോർട്സും ഉണ്ട്. ഫുട്ബോൾ ഉണ്ട്, ബാഡ്മിൻ്റൺ, ബാസ്കറ്റ്ബോൾ എല്ലാം ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഇവിടെ നമ്മൾ എംബസി വന്നിട്ട് വിസിറ്റ് ചെയ്യും, നമുക്ക് ക്ലാസ്സൊക്കെ എടുക്കും. പിന്നെ അത് മാത്രമല്ല എഡ്യൂക്കേഷൻ കാര്യം പറയുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഒളിമ്പ്യാഡ്സ് ഉണ്ട് എല്ലാ വിഷയത്തിലും. ബയോകെമിസ്ട്രി, ഫിസിയോളജി അങ്ങനെ ഒളിമ്പ്യാഡ്സ് നടക്കാറുണ്ട്. അപ്പം എല്ലാ കോളേജിൽ നിന്ന് സ്റ്റുഡൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ FMGൻ്റെ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം നമുക്ക് ഇതേക്കൂടി ഡോക്ടർ പാർട്ടി ക്ലാസ്സസ് അവരാണ് വന്നിട്ട് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തത്. വെതറിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻസിന് എന്തായാലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ വെതറാണ്. കാരണം വിൻ്റർ എനിക്ക് കഴിഞ്ഞെല്ലാം വന്നിട്ട് -5, -6 അത്രയൊക്കെ പോയിട്ടുള്ളൂ. പിന്നെ സമ്മർ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും. പിന്നെ എന്താ പറയണ്ടേ 45, 50 വരെയൊക്കെ നല്ല ചൂടായിരിക്കും ഇവിടെ. പിന്നെ അബ്രോഡ് MBBS നോക്കുന്ന ഒരാൾക്ക് ഞാൻ ഫർഗാന എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ചോദിച്ചാൽ, ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ NMCൻ്റെ ഗൈഡ്ലൈൻസ് എല്ലാം ഇവിടെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. പിന്നെ
ഇന്ത്യൻ ഫാക്കൽറ്റീസ് നമുക്ക് നല്ല ഹെൽപ്പിംഗ് ആണ്. പിന്നെ ഇവിടുത്തെ ഇന്ത്യൻ മെസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും, പിന്നെ ഇൻ ഷോർട്ട് നല്ലൊരു കോളേജ് തന്നെയാണ്. എന്തുകൊണ്ടും അബ്രോഡ് MBBS നോക്കുന്ന ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു കോളേജ് തന്നെയാണ് ഫർഗാന.